യാത്രക്കാർ ബസ്സിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ വാതിലുകൾ എളുപ്പത്തിൽ അടയ്ക്കാനായി KSRTC ബസ്സുകളിലെ വാതിലുകളിൽ കയർ കെട്ടിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പുതിയ പരിഷ്കാരം വന്നതോടെ ഈ കയറുകൾ അറുത്തുമാറ്റിയ സാഹചര്യത്തിൽ അപകടങ്ങൾ പതിവാകുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത്തരത്തിൽ കയറില്ലാത്ത ബസ്സുകളുടെ വാതിലുകൾ തുറക്കുമ്പോൾ ബസ് കയറാനെത്തുന്നവരുടെ ദേഹത്തും ഇരുചക്ര വാഹനങ്ങളിലുമെല്ലാം ഇടിച്ചുള്ള അപകടങ്ങൾ പതിവ് സംഭവമായിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ആക്ഷേപമുയരുന്നത്. പഴക്കമുള്ള ബസ്സുകളുടെ വാതിലുകൾ എളുപ്പത്തിൽ അടയ്ക്കാനായി കഴിഞ്ഞ ആഴ്ച വരെ പ്ലാസ്റ്റിക് കയറുകളും വള്ളികളും കെട്ടിയിരുന്നു. എന്നാൽ ഇത്തരം കയറുകൾ യാത്രക്കാരുടെ കഴുത്തിൽ തട്ടി മനുഷ്യജീവന് അപകടമുണ്ടാകുന്നുവെന്ന് മനുഷ്യാവകാശ കമ്മീഷന് പരാതി ലഭിച്ചിരുന്നു. കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം കയറുകൾ അടിയന്തരമായി മാറ്റണമെന്ന് കോർപ്പറേഷൻ ചീഫ് ഓഫീസിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ യൂണിറ്റ് വർക്ക്ഷോപ്പ് അധികാരികൾക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. അടുത്ത ദിവസം തന്നെ കയർ മുറിച്ചുമാറ്റൽ നടപടികൾ തുടങ്ങുകയും ചെയ്തു. എന്നാൽ പുതിയ പരിഷ്കാരത്തിന് പിന്നാലെ കയറിന്റെ പിൻബലമില്ലാതെ ഭാരമുള്ള വാതിലുകൾ തുറക്കുമ്പോൾ പുറത്ത് ബസ് കാത്തു നിൽക്കുന്നവരുടെ ദേഹത്തേക്ക് വന്നടിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഗതാഗതക്കുരുക്കിൽപ്പെട്ട ബസ്സുകളുടെ വാതിൽ തുറക്കുമ്പോൾ ഇരുചക്ര വാഹനങ്ങളിൽ ഇടിച്ച സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബസ്സുകളിൽ കയറുണ്ടായിരുന്ന സമയത്ത് വാതിലിന് സമീപമുള്ള സീറ്റിലിരിക്കുന്ന ആളുകൾ തന്നെ വാതിലുകൾ അടയ്ക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ കണ്ടക്ടർമാർ തന്നെ മുന്നിലെയും പിന്നിലെയും വാതിലുകൾ അടയ്ക്കാൻ ഓടി നടക്കണം. ബസിന്റെ പടികളിൽ ഇറങ്ങി നിന്ന് വേണം ഭാരമുള്ള വാതിലുകൾ പിടിച്ചടക്കേണ്ടത്. വനിതാ കണ്ടക്ടർമാർ അടക്കമുള്ളവർക്ക് ഇതുമൂലം ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. ബസ്സുകളുടെ സമയക്രമം പാലിച്ച് ഓടിക്കാനും ഇതുമൂലം കഴിയുന്നില്ല. കയർ അറുത്തുമാറ്റാനുള്ള തീരുമാനം കൊണ്ടുവന്നപ്പോൾ പകരം സംവിധാനം ഏർപ്പെടുത്താനുള്ള കാര്യത്തിൽ ഇതുവരെ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. പുതിയ രീതി ജീവനക്കാർക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിൽ നിർദ്ദേശം പിൻവലിക്കണമെന്ന ആവശ്യവുമായി ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ KSRTC മാനേജിംഗ് ഡയറക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട്.